രാവിലെ മഴ തുടങ്ങിയിട്ടുണ്ട്. കുന്നിക്കുരുവിൻ്റെ ചെടിയായിരുന്നു. അതിൻ്റെ ഇല മൊത്തം പൊഴിഞ്ഞു പോയി. അതിനകത്തെയാണ് അതിൻ്റെ തണ്ടെങ്ങാണ്ട് അഴുകിയും തോന്നി. കുളിച്ചോടി, കുളിച്ചോ? പോയി കുളിക്കടി, പോയി കുളിക്കുക കേട്ടോ. ആ, നിനക്ക് പനിയും കുനിയൊക്കെ മാറട്ടെ. ആ, സാമ്പാർ ഉണ്ടാക്കുമോ? സാമ്പാർ വേണം. നിന്നെ ഈ മഴവെള്ളത്തിൽ കുളിപ്പിക്കാം, സൂപ്പറായിരിക്കും. നല്ല തണുപ്പുണ്ട്. മഴ വരാത്തോ? മഴ വരും. മഴയേ ഒരു നിൽക്കണ്ട, കിടക്കാം. ദോശ സാമ്പാർ. മഴ മഴ മഴ. ചെയ്യുന്നു. രാവിലത്തെ മഴ കഴിഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. 10:30 ആയപ്പോഴത്തേനും തെളിഞ്ഞു. അല്ലെങ്കിൽ ഒരു ഭയങ്കര മൂടലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അങ്ങനെ 12 മണിയാകാൻ പോകുന്നു. ചെരുപ്പ് മേടിക്കുക, വെറുതെ ഇങ്ങനെ ഇട്ട് നിലത്തിട്ട് കളയുക. ഇതൊക്കെയാണ് ഇവളുടെ അമ്മ നാരായണി ശ്യാമളമ്മയായിരുന്നു. ഞാൻ എപ്പോ എവിടെ വന്നാലും ഈ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ അവിടെ ചെരുപ്പ് വെച്ചിട്ട് അകത്ത് അങ്ങോട്ട് പോകാറുള്ളൂ. നീ ഡീസന്റ് ആടി, നീ പണ്ടത്തെ പോലല്ലേ ഇപ്പൊ. നീ തങ്കം അല്ല. കത്തിക്കണമെങ്കിൽ ശ്യാമളമ്മ കുളിക്കണ്ടടി. ശ്യാമളമ്മ 3 ദിവസം കൂടി ഇന്ന് കുളിച്ചിട്ട് വന്നിട്ട് ഇന്നും കുളിക്കലടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ തീ കത്തിക്കണമെങ്കിൽ കേറിക്കോട്ടെ, ഇറങ്ങി വരട്ടെ. നീ 3 ദിവസം കുളിക്കാതിരിക്കുന്ന മോശമല്ല, മഴയാന്നും പറഞ്ഞു. എന്നാ മഴ പെയ്താൽ പിന്നെ കുളിക്കുകയല്ല, മഴ മാറണം. പിന്നെ ഒരാഴ്ച ന്യൂനമർദ്ദമാണെങ്കിൽ ശ്യാമളമ്മ ഒരാഴ്ച ന്യൂനമർദ്ദം. അയ്യോ ഇടിച്ചാനിപ്പം. അയ്യോ ഞാൻ ഉറങ്ങിപ്പോയ. ഈ നല്ല മഴയത്ത് കൊട എടുക്കാതെ വരുന്നുണ്ടോ? എല്ലാം മട്ടിച്ചുകളുടെ ഭയങ്കര സംഭവം ഇവിടെ നടക്കുന്നത്. ഇതാണെങ്കിൽ ഒരു ഫോട്ടോ ഭ്രാന്തി. ആണോ? ഒറിജിനൽ കിട്ടുമായിരുന്നു. ഓ വേണ്ട, എൻ്റെ വേണ്ട, എനിക്ക് താല്പര്യമില്ല.
ഇതെന്നാ അപ്പം ഇത് ഒരു വൃത്തികൾ കാണിക്കരുത് കേട്ടോ. ഇതെന്നെ കൊടുക്കുക പിടിച്ചു പോയില്ലോ. ഇത് വെള്ളപ്പിത്തം പിടിച്ചോണ്ടല്ലോ. ഈ കറുത്ത എന്റെ കീറായിരിക്കുന്നേ അതല്ല, ഇത് മൊത്തം കീറി. നിങ്ങൾ പോയിട്ട് വന്നിട്ട് വേണം എനിക്ക് പോകാൻ. ശ്യാമളമ്മ ഇന്ന് പോവാന്നാ പറഞ്ഞേ. ഇല്ലേ, എന്നോട് പറഞ്ഞ് ഞാൻ പോവാന്ന്. ഞാൻ എന്നേലും പറഞ്ഞു നോക്കാം. പോവും. അപ്പോൾ 7 മണിയാകുമ്പം അപ്പോഴത്തേനെ ഞാനും ഇറങ്ങുന്നുള്ളൂ. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മൊത്തം തിന്ന് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് പിന്നെ ന്യായമായ കേസാണ്. ആരാണെങ്കിൽ എനിക്ക് ആ പോക്കറ്റിൽ ആ ക്യാമറ എടുത്തിടാൻ പറ്റില്ലായിരുന്നു. ഊതേണ്ട ആവശ്യമില്ല, കാറ്റുള്ളതുകൊണ്ട് കത്തിക്കോളും. സോളാർ പാനൽ ഫിറ്റ് ചെയ്യുന്ന കാണിക്കണമെന്ന് പറഞ്ഞത് ഞാനെങ്ങനെ കാണിക്കാനാണ്? ഞാൻ ആദ്യമായിട്ട് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, എനിക്ക് അറിയത്തുമില്ലായിരുന്നു എങ്ങനെ. സാധനം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഐഡിയ വെച്ച് ചുമ്മാ ചെയ്ത് നോക്കിയത്, അതുകൊണ്ട് കാണിച്ചൊന്നുമില്ല. ഞാനതൊന്നും ചെയ്തില്ല. ഇതുണ്ട് എൻ്റെ ഒരു ഈ കേബിൾ ഉണ്ടായിരുന്നു, ഇച്ചിരി വണ്ണമുള്ള നല്ല വണ്ണമുള്ള കേബിൾ വേണം ഈ സംഭവത്തെ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിനിറ്റ് കാണിക്കാം. ഇതിപ്പോൾ ഞാൻ മുകളിൽ കയറി നിൽക്കുക. ഈ സംഭവം ഇങ്ങനെ തുറക്കാമെന്നാണ്. ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ചേക്കോ. ഇതിനകത്ത് ഒരു 2 സംഭവമുണ്ട് ഇങ്ങനെ സോൾഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് വേണം അതിനെ കണക്ടർ പിടിപ്പിക്കാൻ. ഞാൻ പക്ഷേ എന്നിട്ട് കണക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഈ കേബിൾ കണക്ട് ചെയ്ത് പോകേണ്ടത് ശരിക്കും. പക്ഷേ ഞാൻ കണക്ടറൊന്നും ചെയ്തില്ല. നേരിട്ട് ഈ കേബിൾ ഇവിടെ കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് കണക്ഷൻ നേരെ എടുക്കുമായിരുന്നു. ഈ ഒരു പാനൽ ഇവിടെ കൊടുത്ത് ഇതിപ്പോൾ 12 വോൾട്ട് എനിക്ക് വേണ്ടതുകൊണ്ട് ഇത് രണ്ടും പാരലായിട്ട് ഈ വെള്ളയും കറുപ്പും തന്നെ കൊടുത്തേ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് വെള്ള പോസിറ്റീവും കറുപ്പ് നെഗറ്റീവുമാണ്. അപ്പോൾ ഞാനിത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഈ രണ്ടും കൂടെ ഇപ്പോൾ 48 ആക്കണമെങ്കിൽ ഇത് നേരെ ഇതുപോലല്ല കണക്ഷൻ കൊടുക്കണ്ടേ. ഇപ്പോൾ 12ന് ഞാനിത് രണ്ടും അതുപോലെ കൊടുത്തിട്ട് ഈ ഇതിനകത്ത് അതിപ്പോൾ ഒന്ന് കാണിക്കാനും പാടാണ്. ഒരെണ്ണത്തിൻ്റെ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഞാൻ അതിനകത്ത് പിടിപ്പിച്ച് ഞാൻ സോൾഡർ ചെയ്ത് പോയി, അത് വീണ്ടും കാണിക്കാൻ പറ്റത്തില്ല. അതായത് ആ ബോക്സിലെ ആ കറുപ്പ് അത് തുറന്നിട്ട് അതിനകത്ത് 2 കണക്ഷനുണ്ട്, പോസിറ്റീവ് നെഗറ്റീവും. അത് 2 സോൾഡർ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. അത് നല്ല വണ്ണമുള്ള കേബിളായിരുന്നു. പിന്നെ ഇത് കൂട്ട് സാധനമൊക്കെ എൻ്റെ കുറേ കിടപ്പുണ്ട്. ഇത് ഞാൻ പണ്ട് ടവർ പണിക്ക് പോയിക്കൊണ്ടിരുന്നപ്പം അവിടെ മിച്ചം വരുന്ന സാധനങ്ങളാണ്. ഇതവിടെ നമ്മൾ വേസ്റ്റായിട്ട് ഉപേക്ഷിച്ചിട്ട് വരുന്ന. ഞാനിതെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് വന്നായിരുന്നു അന്ന്. അതുകൊണ്ട് ആ സാധനം എൻ്റെ കുറേ ഉണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ കാണിക്കാം. ഇത് കൂട്ടൊരു 2 കണക്ടർ എടുക്കും. എന്നിട്ട് അതിൻ്റെ കേബിളിൻ്റെ അറ്റം വരുന്നത് ഇതുപോലെയാണ്. ഇപ്പം ഞാൻ ഒരെണ്ണം വലിച്ച് എടുത്ത് കാണിക്കാമെന്ന് വെച്ച് നോക്കിയപ്പം പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇത് രണ്ടാമത് ഒന്നുകൂടെ സെറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ കാണിക്കാം. ഇതൊന്നുമില്ല, ഇത് രണ്ടും എടുത്തിട്ട് ഇതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് ജാമാക്കണം ആദ്യം. ഇതിന് ഇത് കൂട്ട് ചെറിയ 2 പീസ് കട്ട് ചെയ്തെടുക്കും. ഇത് നമുക്ക് ഇതിനകത്ത് കയറ്റി ഇടണം. എടുത്തില്ല അരിയോ? അരി എടുക്കും. 1.5 മതി, 1.5. ഈ സംഭവം ഇതിനകത്തോട്ട് ഇതൊന്ന് ഇതാക്കിയിട്ട് കയറ്റണം.
ഇതിനൊരു ടൂളുണ്ട് ഇത് പിടിപ്പിക്കാൻ. എൻ്റെ കയ്യിൽ ആ ടൂളൊന്നുമില്ല. ഞാൻ ഈ പ്ലെയർ വെച്ചിട്ട് ശരിക്കും അമക്കി കൊടുക്കും. നല്ല ടൈറ്റായിട്ടിരുന്നില്ല, ഊരിപ്പോയി. അങ്ങനെ ഇപ്പോൾ ഊരിപ്പോകുന്നതായിരുന്നു. ഞാൻ ശരിക്കും ടൈറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അത് വേറൊരു ടൈപ്പ് പിന്നായിരുന്നു. ഇപ്പോൾ ഈ മാറ്റിയിട്ട് വേറെ വെച്ചു. ഇതിന് ഇച്ചിരി കൂടെ ബലം. ഇത് വലിയ രീതി സെറ്റപ്പായിട്ടൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ല. സംഭവം സേഫായിരുന്നാൽ മതി. ഇനിയിപ്പോൾ ഇത് പോരത്തില്ല. ഇതെന്നിട്ട് ഇങ്ങോട്ട് കയറ്റി വെക്കും. ഇവിടെ ഉണ്ടാക്കിയിട്ട് പറ്റും. കുമ്പളങ്ങ അരിയണോ? നമ്മുടെ കയ്യിലുള്ള സാധനമൊക്കെ വെച്ചിട്ട് ഒരു ഇതിനങ്ങ് ചെയ്യുക. കണക്ടർ ഇടണം നിർബന്ധമൊന്നുമില്ല. കണക്ടർ ഇട്ടാൽ ഊരി കണക്ട് ചെയ്യാനൊക്കെ മാറ്റി മാറ്റി കണക്ട് ചെയ്യാനൊക്കെ പറ്റും. ഇത് നമ്മളങ്ങനെ മാറ്റുന്നൊന്നുമില്ല. ഇടയ്ക്ക് സ്വിച്ച് ചെയ്ത് വെച്ചേക്കും. പിന്നെ മാറ്റുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള കണക്ഷൻ വരുന്നത് ഇതാണ്. ഇതുപോലൊരു സാധനത്തെ രണ്ടും കൂട്ടിമുട്ടായിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു സംഭവം ഒരു ബോർഡ് എടുത്തിട്ട് ചുമ്മാ അതിലോട്ടാണ് പിടിപ്പിച്ചത്. ഇതഴിച്ചിട്ട് ഇതാ കൊടുത്താൽ മതി. വള്ളിയോ? നിൻ്റെ വള്ളികളൊക്കെ എത്തിയേ? വള്ളി ടൈറ്റാണ്, നല്ല ടൈറ്റാണ്. കൂട്ടിമുട്ടാൻ പാടില്ല. അവിടെ ഇവിടെ ഒന്നും ഇല്ലടി കയറ്. ഞാൻ നേരത്തെ ചെയ്ത രാത്രിയിലായിരുന്നു. കാരണം ഇത് ഇപ്പോൾ കറണ്ട് വരുന്നുണ്ട്. ഇത് വെയിലായതുകൊണ്ട് അങ്ങനെ കറണ്ട് വരാതിരിക്കാൻ വേണ്ടി രാത്രി ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ കറണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. 12 വോൾട്ട് DC ഉള്ളൂ. എന്നാലും ഷോർട്ടായിക്കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഇനി മേളിൽ കയറിട്ട് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ ചെറിയ വിഷയമുണ്ട്. ഇതെല്ലൊരു ചെറിയ പരിപാടിയുമുണ്ട്. ഇത് ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം ഇങ്ങനെ ചൂടാക്കി കൊടുക്കണം. അപ്പോൾ അത് ടൈറ്റാവും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ലല്ലോ. ഇല്ല, ഇതിങ്ങനെ ചുമ്മാ ലൂസായി കിടക്കുമല്ലേ. ഇതിങ്ങനെ നമുക്ക് ചൂടാക്കുന്നതനുസരിച്ച് ടൈറ്റാവും. നമുക്കൊക്കെ ചെയ്യാനുള്ളൂ. ഇതിനൊക്കെ വലിയ വലിയ ആൾക്കാരെ ഒന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും പറ്റണമെന്നില്ല. ചെറിയ കുറച്ച് ഐഡിയ ഉള്ളവർക്കൊക്കെ ചെയ്യാം. ഓക്കെ. അത് നമ്മൾ ഇതിനകത്ത് കയറ്റിയിടും. കാരണം എന്താണെന്നറിയാം, മഴ നനയാതിരിക്കാൻ വേണ്ടി.
സോളാർ പാനൽ, ഇതൊരെണ്ണം, രണ്ടാമത്തെ സോളാർ പാനൽ, ഇതൊരെണ്ണം നമ്മൾ താഴോട്ട് പോകുന്ന കണക്ഷൻ. നടുക്കാക്കിയിട്ട് രണ്ട് സോളാർ പാനലിൻ്റെ രണ്ട് സൈഡിലും വെക്കും. എന്നിട്ട് ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഇപ്പോൾ തൽക്കാലം ഒന്നും കേട്ടോ. രണ്ടെണ്ണം കണക്ഷനായിട്ട് ഓക്കെ ആണെന്ന് നോക്കിയേക്കാം. നേരത്തെ അത് നോക്കിയില്ല, രാത്രിയിലായിരുന്നുകൊണ്ട് അന്നേരം ചെയ്തപ്പോൾ അത് നോക്കിയില്ല. ഇപ്പോൾ അത് രണ്ടാമത് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് കയറി നോക്കിയത്. അതുകൊണ്ട് ഓക്കെ. രണ്ടും ഓക്കെ. തമ്മിൽ കൂട്ടിമുട്ടാൻ നോക്കണം ചെയ്യുമ്പോൾ. ഷീറ്റ് തമ്മിലൊരു എന്തെങ്കിലും കാര്യം ഒന്ന് കൂട്ടിമുട്ടായിരിക്കാൻ വേണ്ടി ഇങ്ങനെയാണ്. പക്ഷേ ഈ സാധനത്ത് വെച്ച് കട്ടി കൂടുതലായിരുന്നുകൊണ്ട് നമുക്ക് സാധനം അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞ് പിന്നീട് തന്നെ ഒരു ആവശ്യത്തിന് അഴിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യാൻ നേരത്തെ ഇത് എടുക്കുമ്പം തമ്മി കൂട്ടിമുട്ടല്ല. ഇൻസ്റ്റലേഷൻ ചെയ്താലും മതിയായിരുന്നു. അതിൽ അടുത്തടുത്തിരിക്കുമ്പോൾ വിഷയമാണ്. ഇതാണ് സംഭവം. രണ്ട് സോളാർ പാനൽ, താഴത്തോട്ടുള്ള കണക്ഷൻ, മൊത്തം 3 കണക്ഷൻ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കും. ഈ സൈഡിൽ ഇത് ഇവിടെ രണ്ടെണ്ണം വെച്ച് നട്ട് ബോൾട്ടിട്ട് ഈ ബോൾട്ട് ഇതിട്ട് മുറുക്കി വെക്കും. അപ്പോൾ പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല. ഇനിയിപ്പോൾ ഇത് നേരെ എടുത്ത് ഈ പൈപ്പിനകത്തോട്ട് കയറ്റി വിടും. മഴ പെയ്യുമ്പോഴൊക്കെ നനയാതിരിക്കാനൊക്കെ ആയിട്ട് വേണ്ടിയാണ് അങ്ങോട്ട് കയറ്റി വിടുന്നത്. ക്യാമറയും കൈയും വെച്ചുകൊണ്ട് അങ്ങോട്ട് പോകും.
ഇതിനകത്ത് സൂര്യൻ മാറുന്നതനുസരിച്ച് ചെറിയ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ അതനുസരിച്ച് മാറ്റാൻ സൗകര്യമുള്ളവർക്കാണ് അതനുസരിച്ച് മാറ്റിക്കൊടുത്ത് ഇച്ചിരി കൂടെ കൂടുതൽ കിട്ടും. നമുക്കങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാനൽ വേണ്ട സാധനത്ത് 2 പാനലാണ് വെച്ചേക്കുന്നതെങ്കിൽ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കിട്ടിക്കോളും. ഉണ്ട്. ഈ ഒരെണ്ണം നമ്മുടെ പഴയ പാനലാണ്. ഇത് വേറൊരു ബാറ്ററി ഉണ്ട്, അതിലോട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതേ കൊടുത്തിട്ടില്ല. നല്ല മൂടലുണ്ട്, എപ്പം വേണമെങ്കിലും മഴ പെയ്യാം. കുറഞ്ഞ ഒരു 3 പാനലും കൂടെ നമുക്ക് ചേർത്തുണ്ട് 12 വോൾട്ടിൻ്റെ. അതിലൊന്ന് ഇത്, ഒരെണ്ണം ഇതിൻ്റെ താഴെ ഇരിക്കുന്നത്, ഒരെണ്ണം അപ്പുറത്ത് ആ ഷീറ്റല്ലിരിക്കുന്നത്. പിന്നെ ഇത് 2 ചെറിയ പാനൽ, അത് 6 വോൾട്ടിൻ്റെയാണ്. ഇതെല്ലാം അവിടെ തൂക്കിയിട്ടേക്കുന്ന ലൈറ്റ് കത്തുന്നത്. ആ വിളിക്കുന്നോ? വരും. അങ്ങനെ ആ സംഭവം എല്ലാം ഓക്കെ ആയി. ഇനിയിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഈ രണ്ടെണ്ണമാണ് ആ വരുന്ന കണക്ഷൻ. ഇത് രണ്ടും കൂടെ ഞാൻ എടുത്തിട്ട് ഇപ്പം നേരെ ഇവിടെ ഒരു ചാർജിങ് കൺട്രോളിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഇതാണത്. ഇതിനകത്തോട്ട് ഈ 2 അവിടെ നിന്ന് വരുന്ന 2 കണക്ഷൻ അല്ലേ, അത് ഇതിലോട്ട് കൊടുക്കും. ഇത് ആദ്യത്തെ 2 അപ്പോൾ അതിലോട്ട് കൊടുക്കുമ്പോൾ സോളാർ ഓക്കെ ആവും. രണ്ടാമത്തെ ബാറ്ററിയിലോട്ട് കൊടുക്കും. ഇതാ ബാറ്ററി, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബാറ്ററിയാണ്. ഇതതിൻ്റെ ബോർഡാണ്. ഇത് നമ്മൾ ഓൺലൈനിൽ മേടിച്ചാൽ. ഇത് ലിഥിയം ബാറ്ററി എനിക്ക് പഴയത് കിട്ടിയത് കേട്ടോ, പുതിയ ബാറ്ററി ഒന്നും അല്ല. ഇത് പഴയ വണ്ടിയിൽ നിന്ന് അങ്ങനെ ആക്രിക്കട കിടന്ന ബാറ്ററി ഞാൻ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഉണ്ടാക്കിയെടുത്താൽ. ഇതൊരു 120 ആമ്പിയർ എങ്ങാണ്ട് ഉണ്ട്. പക്ഷേ 120 കിട്ടണമെന്നില്ല, കാരണം 3-4 വർഷം പഴക്കമുള്ള 4 വർഷം മറ്റോ പഴക്കമുള്ള ബാറ്ററിയാണ്. പിന്നെ വന്നിട്ട് ഇത് ഔട്ട്, ഇതിൽ 12 വോൾട്ട് ഔട്ട് വന്നിട്ട് ഇതുണ്ട്. ഇവിടെ ആമ്പിയർ കാണിക്കുന്നില്ല, നമ്മൾ എത്ര ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. ഇത് വേറൊരു സാധനം ഞാൻ മേടിച്ച് വെച്ചേക്കുന്നതാണ്. ഇതിന് ആമ്പിയർ കാണിക്കും. ഇത് 90.1 ആമ്പിയർ ഇല്ല, അതിൽ താഴെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. 1 ആമ്പിയർ അടുത്ത് 13 വോൾട്ട് ഉണ്ട്. ആ ഒരു സെറ്റപ്പ് ഇതിനകത്തോട്ട് വരും. പിന്നെ അതിൽ നിന്ന് 2 കണക്ഷൻ ഇവിടെ നിന്ന് ഇതേക്കുന്നതാണ്. കേട്ടോ, ഇത് ബാറ്ററിയുടെ നെഗറ്റീവ് പോള്, ഇത് പോസിറ്റീവ്. ഇത് രണ്ടിടത്ത് മാറ്റി ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ കണക്ഷൻ കൊടുത്ത് പുറത്തോട്ട് വിട്ടേക്കുക. അപ്പം അതാണ് നമ്മുടെ ബൾബും LED സാധനങ്ങളെല്ലാം കത്തിക്കുന്നതും. പിന്നെ 12 വോൾട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ സാധനവും, അതായത് നമ്മൾ വണ്ടിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇതിലൊക്കെ ഉപയോഗിക്കും. ഇവിടെ ഒരു ഇൻവേർട്ടർ ഉണ്ട്, പക്ഷേ അതായത് ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ കാര്യം ഒന്ന് അറിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കപ്പ് എങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് അതേ കൊടുക്കുന്നുള്ളൂ. 13 വോൾട്ടിൽ ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട്. ഇവിടെ ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റൊക്കെ ഈ സോളാറിൽ തന്നെ വർക്ക് ചെയ്യുന്നതുണ്ടോ. 12 വോൾട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ബൾബുകൾ നമുക്കിപ്പോൾ മേടിക്കാൻ കിട്ടും. അതെല്ലാം ഇതാ കൊടുക്കാം. 12 വോൾട്ടിൻ്റെ കാറിലൊക്കെ ഉപയോഗിക്കുന്ന ഓരോ പ്ലെയറും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുക്കാം. 12 വോൾട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. വണ്ടിയിലൊക്കെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും 12 വോൾട്ടിലുള്ള, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അത് വർക്ക് ചെയ്യും. കൊറവാണോ? ആനാ അപ്പ പോകുമ്പല്ലേ എന്നെ സ്കൂളിൽ മഴ വരുമ്പോ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന മഴയും കൂടെ പെയ്തപ്പോഴത്തേനും അത് പെട്ടെന്ന് ചെയ്ത് ഒരു കണക്ഷൻ മാറി അവിടുത്തെ. എനിക്ക് ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ തോന്നി, ഞാൻ പെട്ടെന്ന് ചാടി കയറി വീഡിയോ എടുത്ത് നോക്കിയപ്പം അത് തെറ്റിച്ച് കൊടുത്തേക്കണേ. അപ്പോൾ പിന്നെ രണ്ടാമത് ശരിയാക്കി. ഇപ്പോൾ ഓക്കെ ആയി. ഞാനില്ല സിനിമ കാണലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അയ്യോ മയ്യ മടുത്ത് അവിടെ എല്ലാം പോയി. എന്തിന്? ഹോസ്പിറ്റല്, ബാങ്ക്, അവളുടെ ഡാൻസിൻ്റെ യൂണിഫോം തയ്ക്കാനായിട്ട് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. എത്ര ബാങ്ക് എത്രയായിരുന്നു? ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറായില്ല. ബാങ്കിൽ നിന്ന് ഇവിടെ ഞാൻ ഇവിടെ ഇതിനു വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ ഞാൻ വിളിക്കുന്നത്. ഒന്നും മേടിച്ചില്ല പിന്നെ അപ്പം പോകുമ്പോൾ മേടിക്കും. അപ്പോൾ പോയി മേടിച്ചോണ്ടിരാം കുറച്ച് കേട്ടെ. നല്ല എന്നറിയോ, 200 ഗ്രാം പാല് മേടിച്ചോ? 200 ഗ്രാം ഉള്ളെങ്കിൽ നല്ല മുളക് അത്ര ഉണ്ടെന്ന് പറഞ്ഞു. 1 കിലോ എടുക്കാനല്ലേ ഉള്ളൂ, അതാ മേടിച്ചത് ഏറ്റവും നല്ലത്. 100 രൂപ. അത് ഇതിരണേ, അത് വേണം അടി. അത് മുട്ടായില്ല, അവിടെ എന്തോ ഗുണം, അവിടെ എന്തോ സാധനങ്ങളാണ്.
വേണ്ട. നാരായണ ആഹാ എൻ്റെ ചെരുപ്പ് എൻ്റെ ആണല്ലോ. അപ്പം എവിടെ പോയതാ? ടൗൺ ബേക്കറിയിൽ എന്തിനു പോയതാ? ടൗൺ ബേക്കറിയിലോ? ടൗൺ ബേക്കറിയിൽ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോയി. ബേക്കറി ഡ്രസ്സ് എടുക്കാൻ പോയതാണോ? എന്തൊക്കെയോ മേടിക്കാൻ പോയി. എന്തോ മേടിക്കുന്ന അറിയാവോ? ജിലേബിയും ലഡു ഉണ്ടെന്നറിയാം, വേറെ എനിക്കറിയില്ല. എന്താ വിശേഷം എന്നറിയാമോ? ഞാൻ പറയോ, രാജലക്ഷ്മി ആൻറ്റിയുടെ മോളുടെ ഗായത്രിയുടെ ബർത്ത്ഡേ ആണെന്ന്. ഇന്ന് അതിന് ആൻറ്റിയുടെ വക നമുക്ക് സ്വീറ്റ്സ്, ലഡു, ജിലേബി, പിന്നെ എന്തൊക്കെയാണ് മേടിച്ചിട്ട് വരുന്നത് അറിയത്തില്ല. നിൻ്റെ അപ്പയായും കൊണ്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ വരാൻ പറഞ്ഞല്ലേ, നമ്മുടെയും കൂടെ എന്താണെന്നുള്ളത് മേടിക്കാമായിരുന്നു. അപ്പോൾ പറഞ്ഞു എനിക്ക് ജിലേബിയാണ് ഇഷ്ടം, ഇവർക്ക് ലഡുവാണ് ഇഷ്ടം. പണ്ട് പനിയുള്ളപ്പോൾ ലഡു കഴിച്ച ആ സമയത്ത് 4 5 കൂടെ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ലഡുവിനോട് ചെറിയൊരു ചെകിടിപ്പ് പോലെ തോന്നി. പക്ഷെ ഞാൻ കഴിക്കും. അപ്പം ആൻറ്റിയുടെ മോളുടെ ബർത്ത്ഡേ ആണിന്ന്. ഗായത്രി എന്നാണ് പേര്. അപ്പം ആൻറ്റിയുടെ വക ഞങ്ങൾക്കിന്ന് സ്വീറ്റ്സ് ഉണ്ട്. അത് മേടിക്കാൻ വേണ്ടി ചേട്ടാ പോയേക്കുവാണ് ടൗൺ ബേക്കറിയിൽ. മുടിയേ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടപ്പോൾ ഉണ്ടല്ലോ, അങ്ങോട്ട് കെട്ടാൻ പറ്റുന്നില്ല. ഇങ്ങനെ കിടക്കുക. ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒതുങ്ങി കിടക്കണം. വളരുമായിരിക്കുമല്ലോ. ശാമ്പവി ചോദിക്കവേ. ശാമ്പവിയേ അല്ല, ഞാൻ ചോദിക്കട്ടെ. അപ്പം എവിടെ പോയാന്നറിയാവോ? അപ്പം എവിടെ പോയി കുഞ്ഞേ? അറിയത്തില്ലേ? ജിലേബിയൊക്കെ മേടിക്കുമെന്ന് പറയുന്ന കേട്ട്. ആണോ? ആരുടെയാ ബർത്ത്ഡേ? ആരുടെയാ? ആരെയാ നോക്കില്ലേ? രാജലക്ഷ്മി ആന്റിയുടെ അല്ല, ആന്റിയുടെ മോടെ പേരെന്നാ? ഗൗത്രി അല്ല, ഗായത്രി. ഗായത്രി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അറിയത്തില്ലെന്ന് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. അത് ഇങ്ങോട്ട് കൊടുത്തേക്ക്. ഗായത്രി ചേച്ചി കൊടുത്തേ. എനിക്കായിരുന്നോ? ഇത് ആർക്കാ ഞാൻ കൊടുക്കണ്ടേ? ഗായത്രി ചേച്ചി കൊടുക്കണോ? കേക്ക് മേടിക്കുന്നില്ല. അതെ, ഗായത്രി ചേച്ചിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. കേക്കില്ല, കേക്കല്ല, കേക്ക് ഇന്ന് മേടിക്കുന്നില്ല. ജിലേബി, ലഡു ഒക്കെ മേടിക്കുന്നേ. പിറന്നാൾ ആശംസകൾ അത് പറയത്തില്ല, ഹാപ്പി ബർത്ത്ഡേ പറയുള്ളൂ. ആരുടെ ബർത്ത്ഡേ ഒന്ന് പറഞ്ഞേ. ആരുടെ ബർത്ത്ഡേ അറിയാം? കേക്ക് മേടിക്കാനായിട്ട് കേക്കല്ല ഇന്ന് മേടിക്കുന്നത്. ഇന്നൊരു വെറൈറ്റിക്ക് എല്ലാ പ്രാവശ്യം കേക്ക് മേടിക്കുമല്ലോ. ആൻറ്റിയുടെ നമ്മുടെ അങ്കിളിൻ്റെ ബർത്ത്ഡേക്ക് കഴിഞ്ഞ പ്രാവശ്യം കേക്ക് മേടിച്ചായിരുന്നു. അതിനാണ് ഈ പറയുന്നത്. ആദ്യം ചോദിച്ചാൽ പറഞ്ഞോ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അറിയത്തില്ല. ഒന്നുകൂടെ ചോദിക്കുമ്പോൾ അറിയാം, ചുമ്മാ പറയുന്ന അറിയത്തില്ലെന്ന്. ശരി, ഗായത്രി ചേച്ചിന്നോ? ഗായത്രി ചേച്ചിയുടെ അറിയാം അവൾക്ക്. ഒരു തവണ പറഞ്ഞു, എല്ലാം കേട്ടു. എന്നാലും പറയും ആരുടെയാന്ന് പറഞ്ഞോണ്ട് ചോദിക്കും. എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ പറയും അറിയില്ലെന്ന് പറയും. അപ്പം എവിടെ പോയതാ മോനെ? അറിയില്ല. എവിടെ പോയടാ? ലഡു മേടിക്കാൻ പോയോ? പായസോ? എന്തോ? ഇല്ല, ജയമേം പോയില്ല. എപ്പഴാ പോണ്ടേ? നാളെ പോവും. നാളെ എന്താ പോണം? അമ്പലത്തിൽ പോയി തൊഴുത് പായസം പിടിച്ചു തരണേ.
ആണോ? പായസല്ലേ? അപ്പൊ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ? പാൽപ്പായസം. ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ അമ്പലത്തിൽ പോയിട്ട്? പായസം അമ്മ പാൽപ്പായസം ചന്ദനക്കുറി. അതെ. അപ്പൊ ആരുടെ ബർത്ത്ഡേക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ? ആ, ഗൗത്രി ചേച്ചി അല്ല, ഗായത്രി ചേച്ചി. എനിക്കൊന്ന് ഗൗതമി എന്നുള്ള പേരും ഗായത്രി എന്നുള്ള പേരും കൂടെ മിക്സ് ചെയ്ത് പറയുന്നതാണോ ഗൗത്രി ചേച്ചി എന്ന്? ആണോ? ചേരാ. ആ ഇതെന്താണ്? എന്താണ്? ടൗൺ വാക്കർ മൊത്തം മേടിച്ചോ? കണ്ടതെല്ലാം മുറിച്ച് ദൈവം. ആ മേശ ഒന്ന് വൃത്തിയാക്കാവോ? ഓക്കെ, മാറ്റി വെക്കാം. ഞാൻ വൃത്തിയാക്കിയിട്ടൊക്കെയാണല്ലോ. ഫുള്ള് മാറ്റണോ? ഓക്കെ, എല്ലാവരും ഒക്കെ ഞാൻ എടുത്തു തരാം. രസഗുളയല്ല, രസഗുള. ഗാംബവിയോട് ഞാൻ പറഞ്ഞത് ജിലേബി ലഡു മാത്രം. വാവ്, ഷേക്ക്. ജിലേബി അവിടേക്ക് വെച്ചേരാ. എടുത്തുതരാം. എല്ലാം തരാം കുഞ്ഞിന്. പിന്നെ കഴിക്കും. ദൈവമേ, ആന്റി പോലും അവിടെ പോലും ഇത്ര സെലിബ്രേറ്റ് ചെയ്തോന്ന് അറിയില്ലല്ലോ. നിക്ക്, വെയിറ്റ് ചെയ്യൂ. ആ, അത് പാടട്ടെ. ഗായത്രി ചേച്ചി അങ്ങനെ വേണം. എനിക്ക് ഉമ്മ വരുവാണേ. എന്റെ അല്ല, ആർക്ക്? കൊച്ചിന്. ഐസ്ക്രീം. കൃഷ്ണ, നിനക്ക് എന്നാ വേണ്ടെന്ന് ആളായിട്ടില്ലല്ലോ. വെൽക്കം. ചേച്ചിയോ? ചേച്ചി ഭയങ്കര തിരക്കാ. നാരായണി, ആ പാത്രം വേണ്ടായിരിക്കണം. ഏതാ? അല്ല, നീ വരണമെന്നില്ല. നിനക്കത് ചുമയോ ജലദോഷമോ കഫക്കെട്ടോ ആർക്കാണ്? ജിലേബിയും ഇതെല്ലാം ഓരോ ഫ്ലേവർ ആണോ? രണ്ടെണ്ണം ഉണ്ട്. ഇത് അലുവ. ഇത് അലുവായ അങ്ങോട്ട് വെച്ചേരും. ഇതൊക്കെ പിന്നെ എടുക്കാൻ സാധനം വെച്ചേക്കട്ടെ. ഇപ്പൊ എടുക്കാൻ പറ്റുന്ന എടുക്കട്ടെ. അതൊക്കെ കുറച്ച് ഷാമ്പൂക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാം. ഐസ്ക്രീം എടുത്തേ ഞാനാണ്. അതെന്താ ഐസ്ക്രീം? കിവി.